ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മീഷണർ ശങ്കർ റാമിനെ പോയി കണ്ട ശേഷം നന്ദന്റെ കുടുംബം ഇല്ലാതാക്കുക തന്നെ വേണം, അതിന് നിന്റെ സഹായം കൂടിയേ തീരൂ, നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കമ്മീഷണർ ശങ്കർ റാമിനോട് പറയുകയാണ്. അപ്പോൾ ശങ്കർ റാം പറയുന്നുണ്ട്, ഇനി പഴയതുപോലെ നേരിട്ട് ഒരു ആക്രമണം നടക്കില്ല, അർജുൻ കൂടി നന്ദേട്ടൻ്റെ കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കമ്മീഷണർ നല്ല പകയോട് കൂടി തന്നെ അതൊക്കെ എനിക്കറിയാം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ശങ്കറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അരുണിമ പൂജനെ കാണാൻ വേണ്ടി അർജുൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അരുണിമയെ കണ്ടതോടു കൂടി പൂജ ഓടി ചെല്ലുകയാണ്. അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാവും അർജുനും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്താ അമ്മേ, എന്താ ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ എങ്ങനെ സംസാരിച്ചത്, അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അർജുൻ പറയാണ്, പൂജയോട് തനിച്ച് ആൻറ്റിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറയും. ഇല്ല മോനെ, നീ ഇവിടെ ഇരുന്നോ, നിങ്ങളൊക്കെ കേൾക്കാനുള്ളത് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, ഞാനും അങ്കിളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദേട്ടനുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അങ്ങ് തോന്നുന്നില്ല. കാരണം എനിക്ക് ഇപ്പോഴും കമ്മീഷണർ പറഞ്ഞ ആ വാക്കുകളെല്ലാം തന്നെ ഓർമ്മയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടിയാണ് എൻ്റെ ചെവിയിൽ ആർത്തുലയ്ക്കുന്നത് എന്നൊക്കെ അതൊക്കെ ആൻറ്റിയുടെ വെറും തോന്നലാണ് എന്നൊക്കെ അപ്പോൾ അർജുൻ പറയട്ടോ. അതെ, എൻ്റെ തോന്നൽ തന്നെയാണ്, പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു കുറ്റബോധം തോന്നുകയാണ്. എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടേയല്ലേ അഞ്ജനയെ നിൻ്റെ അച്ഛനെ കല്യാണം കഴിക്കാൻ പറ്റാതിരുന്നത്, അവൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അതൊരു പെൺകുഞ്ഞായിരുന്നു, അതല്ലേ ആദ്യം നിൻ്റെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കേണ്ടിരുന്നത്, നിന്നേക്കാളും മുന്നേ ആ കുഞ്ഞാണ് ജനിച്ചത് എന്നൊക്കെ വീണ്ടും അങ്ങ് അരുണിമ പറയുമ്പോൾ അർജുൻ പറയണം, ആൻറ്റിയുടെ മനസ്സിൽ നല്ല കുറ്റബോധം പോലെ തന്നെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ആൻറ്റി വിഷമിക്കാതെ. ആൻറ്റി വിചാരിക്കുന്നത് പോലെ അങ്കിൾ ഒരിക്കലും ആൻറ്റിയെയും അഞ്ജനയെയും ചതിച്ചിട്ടില്ല, കാരണം അങ്കിളിനെ വേണ്ട എന്ന് പറഞ്ഞു പോയത് അഞ്ജനയാണ്, അതുകൊണ്ട് മാത്രമാണ് അങ്കിൾ ആൻറ്റിയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. പിന്നെ അഞ്ജന ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും അങ്കിളിന് അറിയുകയും ഉണ്ടായിട്ടില്ല, കമ്മീഷണർ വന്ന് പറയുന്ന സമയത്താണ് അങ്കിൾ തന്നെ അറിയുന്നത്, അതൊക്കെ ആൻറ്റി ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഉപദേശിക്കാനട്ടോ. പിന്നെ ആൻറ്റി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കമ്മീഷണർ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു വില്ലനായി വരാൻ ഞാൻ സമ്മതിക്കില്ല, അയാൾ ഇനിയും ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും, പക്ഷേ അതെല്ലാം തടയാനും എനിക്ക് കഴിയും, അതുകൊണ്ട് ആൻറ്റി സന്തോഷത്തോടു കൂടി ഇപ്പോൾ അങ്കിളിൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പൂജയും അർജുനും അരുണിമയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നത്. പിന്നീട് രാത്രിയാവുന്ന സമയത്ത് അർജുൻ ഇങ്ങനെ അരുണിമയുടെയും നന്ദഗോപൻ്റെയും കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാവും. ആ സമയത്താണ് പൂജ വരുന്നത്. എന്നിട്ട് അജുവേട്ട എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ അജുവേട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇനി അമ്മേനെ അച്ഛനെയും കുറിച്ചിട്ടുള്ള കാര്യമാണോ ആലോചിക്കുന്നത്? അതത്ര കൃത്യമായിട്ടാണ് പൂജ നീ പറഞ്ഞത്, ഞാൻ അത് തന്നെയാണ് ആലോചിച്ചത്, ഇനിയിപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം, എത്രയും പെട്ടെന്ന് അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്തണം, എന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താനാവുകയുള്ളൂ, കമ്മീഷണറെ ഒതുക്കാൻ അഞ്ജന വിചാരിച്ചാൽ മാത്രം സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് അഞ്ജനയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നൊക്കെയുള്ള തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ പൂജയും അർജുനും കൂടി അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ കേട്ടോ. പിന്നീട് അർജുൻ കമ്മീഷണറെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും കണ്ടെത്താൻ SP കിരണിനെ വിളിച്ച് പറയാൻ കേട്ടോ. എന്നിട്ട് SP കിരൺ എല്ലാം തന്നെ കണ്ടെത്തിയ ശേഷം അർജുനെ വിളിച്ച് അർജുനോട് വരാൻ പറയാണ്, എനിക്ക് നിന്നോട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അർജുൻ നേരെ SP കിരണെ കാണാൻ വേണ്ടി ചെല്ലാണ്. എന്നിട്ട് SP കിരൺ വിശദമായിട്ട് തന്നെ കമ്മീഷണറെ കുറിച്ച് അങ്ങ് പറയാൻ കേട്ടോ. കമ്മീഷണർക്ക് ഒരു അനിയത്തിയുണ്ട്, ആകെ ഒരു അനിയത്തി തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ കുറച്ച് മുന്നേ തന്നെ മരിച്ചു പോയതാണ്, അങ്ങനെ അനിയത്തിയെ പൊന്നുപോലെയാണ് കമ്മീഷണർ നോക്കി വലുതാക്കിയത്, ഒരു അച്ഛനും കൂടിയുണ്ട്. കമ്മീഷണറുടെ അനിയത്തി പഠിക്കാൻ പോകുന്ന കാലത്ത് കമ്മീഷണറുടെ അനിയത്തിക്ക് ഒരു പ്രേമമുണ്ടായിരുന്നു, അതിലൊരു കുഞ്ഞുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്, ആ കുഞ്ഞിനെ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അത് പിന്നീട് അവരുടെ മനോനില അങ്ങ് തകരാറായിട്ടുണ്ട്, പിന്നെ അവർക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ട് തന്നെയാണ് അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചത്, അതിൽ 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ആൺകുട്ടിയാണെങ്കിലോ ഭയങ്കര ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വശപ്പശക് പിടിച്ച ഒരു പയ്യൻ തന്നെയാണ്, പെൺകുട്ടിയാണെങ്കിലോ ഉള്ള പൈസ എല്ലാം
എല്ലാം ദൂർത്തടിച്ച് ബ്യൂട്ടി പാർലറിലും കണ്ണി കണ്ടോടത്തും കൊടുക്കുന്ന അങ്ങനെ ഒരു ടൈപ്പാണ്. പിന്നെ ഭർത്താവാണെങ്കിലോ അയാളും ഒരു വൃത്തികെട്ടവൻ തന്നെയാണ്. അയാൾ കള്ളുകുടിയും ഒക്കെ ആയിട്ട് അങ്ങനെ അഞ്ജന എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ജീവിതം ദുരിതം നിറഞ്ഞത് തന്നെയാണ്. അതിൻ്റെ ഒക്കെ പേരിൽ തന്നെയാണ് കമ്മീഷണർക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ തന്നെയാണ് അയാളുടെ മനോനില തകരാറായതും അയാൾ ഒരു സൈക്കോ ആയതും എന്നൊക്കെ കമ്മീഷണറെ കുറിച്ച് അർജുനോട് വിശദമായിട്ട് തന്നെ SP കിരൺ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അഞ്ജനയുടെ ഭർത്താവിൻ്റെ പേര് അരവിന്ദൻ എന്നാണ്. അയാളാണെങ്കിലും മുഴുക്കുടിയൻ തന്നെയാണ്. അയാൾക്കും വൃത്തികെട്ട സ്വഭാവം തന്നെയാണ്. അങ്ങനെ അയാളുടെ 2 മക്കളാണെങ്കിൽ അതും കണക്ക് തന്നെയാണ്. അഞ്ജനയാണെങ്കിലോ ഇപ്പോഴും നിരാശയോട് കൂടി തന്നെയാണ് ജീവിക്കുന്നത്. ആ വീട്ടിലുള്ളതും ഇല്ലാത്തതും കണക്കാണെന്ന് പറയുന്ന പോലെയാണ് അഞ്ജന ജീവിക്കുന്നത്. ദൈവഭക്ത തന്നെയാണ്. ദൈവത്തിനോട് പ്രാർത്ഥിച്ചും കരഞ്ഞും കൊണ്ടും തന്നെയാണ് അഞ്ജന ഇപ്പോഴും ജീവിതം തള്ളി നീക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയട്ടോ. പിന്നീട് അർജുൻ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, അല്ല എന്നോടിപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ പറയാൻ കാരണം എന്താണെന്ന് അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ പറയണം, ഞാൻ എല്ലാം തന്നെ വിശദമായിട്ട് തന്നെ നിന്നോട് പറയാം, പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നങ്ങ് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഈ സമയത്ത് അഞ്ജനയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജന മുറിയിൽ ചെന്ന ശേഷം പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ. ആ സമയത്ത് മക്കൾ 2 പേരുമാണെങ്കിലോ മകനാണെങ്കിൽ ഡ്രഗ്സും കള്ളുകൂടിയും കഞ്ചാവും ഒക്കെ ആയിട്ട് ആകെ ബോധം കെട്ട് തന്നെ റൂമിൽ അങ്ങ് കിടക്കുന്നുണ്ടാവും. ഭർത്താവ് അരവിന്ദാണെങ്കിലോ കള്ള് കുടിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നീട് മകളാണെങ്കിലോ പൈസ റൂമിൽ അങ്ങ് തരയാണ്. ബ്യൂട്ടി പോവാൻ വേണ്ടിയും ആർഭാടമായി ചെത്തി നടക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പൈസ റൂമിൽ കാണുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ വാരി വലിച്ചെറിയുന്നുണ്ട്. പിന്നീട് നേരെ അഞ്ജനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അഞ്ജനയുടെ അടുത്തേക്ക് ചെല്ലുന്നതിൻ്റെ മുന്നേ അച്ഛൻ അരവിന്ദിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് കുറച്ച് പൈസ വേണം, ഒരു 10,000 രൂപയെങ്കിലും വേണം, അതിന് അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ, നിൻ്റെ അമ്മയുണ്ടല്ലോ കോടീശ്വരി, അവളോട് പോയി ചോദിച്ചു നോക്ക് എന്നങ്ങ് പറയണം. അല്ലെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് ചാടി തുള്ളിയിട്ട് തന്നെ മകൾ അങ്ങ് പോയിട്ട് അമ്മയോട് ചോദിക്കാണ്ട്, അമ്മേ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അമ്മ കുറച്ച് പൈസ തായോ എന്ന് പറയും. എൻ്റെ കയ്യിൽ എവിടുന്നാ മോളെ പൈസ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, നിനക്ക് നല്ല കുട്ടിയായിട്ടൊന്ന് നടന്നൂടെ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ, എന്നെ ഉപദേശിക്കുകയെന്നൊന്നും നിങ്ങൾ നിൽക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുവരെയും അനുസരിച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ, കോടീശ്വരിയല്ലേ, പിന്നെ എന്തുകൊണ്ട് അതിൽ നിന്നും കുറച്ച് എൻ്റെ പേരിൽ എഴുതി തന്നൂടാ, എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ നേരെ അങ്ങ് ചൂടാവണം കേട്ടോ. എന്നിട്ട് അഞ്ജനയുടെ കയ്യിലുള്ള ഒരു വളയുണ്ടാവും, ആ വള അങ്ങ് ബലം പിടിച്ചുകൊണ്ട് തന്നെ അങ്ങ് ഊരി വാങ്ങാണ്. അപ്പോൾ അഞ്ജന ഒരുപാട് തടയുന്നുണ്ട്, വേണ്ട മോളെ എനിക്ക് വേദനിക്കുന്നു, ഊരല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോഴും അതൊന്നും തന്നെ മകള് കൂട്ടാക്കാതെ വാശി പിടിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിലുള്ള വള അങ്ങ് ഊരിക്കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അഞ്ജന എന്നിട്ട് 2 കൈകളിലേക്കും അങ്ങ് നോക്കാണ്. അങ്ങനെ 2 കൈകളിലുമുള്ള വളകളെല്ലാം തന്നെ ഈ മകള് തന്നെ കൊണ്ടുപോയി വിറ്റ് തൊലച്ചിട്ടുണ്ടാവും. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അഞ്ജന കരഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. എൻ്റെ 2 മക്കളും ഇങ്ങനെയൊക്കെ മക്കളായല്ലോ എന്നുള്ള ആ വിഷമത്തോട് കൂടി അങ്ങോട്ട് പോവാണ്. പിന്നീട് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദിനെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ് കേട്ടോ. അയാളാണെങ്കിലോ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. എടാ അരവിന്ദ, പുറത്തേക്ക് ഇറങ്ങി വാടാ, മര്യാദക്ക് നീ പുറത്തേക്ക് വന്നോ എന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ടാണ് കേട്ടോ അരവിന്ദൻ്റെ അടുത്തേക്ക് വരുന്നത്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ അരവിന്ദ് കാശ് കൊടുക്കാൻ വേണ്ടി വരുന്ന ആൾ തന്നെ ആയിരിക്കും കേട്ടോ. അരവിന്ദും ഇതുപോലെ തന്നെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കാശൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അഞ്ജനയുടെ ജീവിതം ഒരുപാട് ദുരിതം നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരിക്കും. ഭർത്താവാണെങ്കിലോ വൃത്തികെട്ടവൻ, മക്കൾ 2 പേരാണെങ്കിലോ അവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീട് മകനെ കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ അഞ്ജനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അത് അഞ്ജന തന്നെയാണ് ആ ഒരു മകനെ കൊല്ലാൻ വേണ്ടി പോകുന്നതൊക്കെ. അങ്ങനെ ഒരു സീന് റീമേക്കിൽ വന്നിട്ടുണ്ട്. പൂജയും അർജുനും അഞ്ജനയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കമ്മീഷണർ അഞ്ജനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ച ആള് ആ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടാവില്ല കേട്ടോ. അയാൾ ആ കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അത് പൂജയുടെ മുഖമുള്ള ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കും. ആ ഒരു ചേച്ചി തന്നെ ആയിരിക്കും, പൂജയ്ക്ക് ചേച്ചിയായിട്ടാവും ആ കുഞ്ഞ് വരുന്നുണ്ടാവും. അങ്ങനത്തെയുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടെത്തുന്നത് അർജുൻ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകുന്നത്.